त्र्यम्बकं यजामहे सुगन्धिं पुष्टिवर्धनम् उर्वारुकमिव बन्धनान् मृत्योर्मुक्षीयमामृता. കേദാർനാഥ് അമ്പലത്തിലോട്ടുള്ള യാത്ര നമ്മൾ തുടങ്ങിയത് ഉത്തരാഖണ്ഡിലെ ഋഷികേശ് ISBT അതായത് ഋഷികേശ് ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. കേദാർനാഥിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, ട്രെക്ക് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് പോയിൻ്റായ ഗൗരികുണ്ട് വരെ നമുക്ക് ബസ്സിൽ പോകാൻ പറ്റില്ല. അതിൻ്റെ തൊട്ട് മുന്നേയുള്ള സ്ഥലമായ സോൻപ്രയാഗ് വരെയാണ് ബസ് പോകുന്നത്. ഋഷികേശിൽ നിന്ന് സോൻപ്രയാഗ് വരെ എത്താനായിട്ട് കുറേ പ്രൈവറ്റ് ബസ്സുകളും പ്രൈവറ്റ് ടാക്സീസും അവൈലബിൾ ആണ്. നിങ്ങൾ ഋഷികേശ് എത്തുന്ന ദിവസം തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരില്ല. അഥവാ നിങ്ങൾ പുലർച്ചെ ഒരു 1 മണി 2 മണിക്കാണ് ഋഷികേശ് എത്തുന്നതെങ്കിൽ അപ്പം തന്നെ പോയിട്ട് ടിക്കറ്റ് എടുത്ത് സോൻപ്രയാഗിലേക്കുള്ള ബസ് എടുക്കാം. അതല്ലെങ്കിൽ നിങ്ങളൊരു വൈകിട്ടാണ് ഋഷികേശ് എത്തുന്നതെങ്കിൽ അന്നത്തെ ദിവസം രാത്രി പോയി ബസ് സ്റ്റാൻഡിൽ പോയി അന്വേഷിച്ച് പിറ്റേ ദിവസം രാവിലത്തെ ബസ് കയറിയിട്ട് വേണം സോൻപ്രയാഗിലേക്ക് പോകാനായിട്ട്. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങിയൊരു 2 മണിക്കൂറായപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ നമ്മൾ എത്തുന്ന ഈ സ്ഥലത്തിൻ്റെ പേരാണ് ദേവ് പ്രയാഗ്. ഇവിടെയാണ് അളകനന്ദ നദിയും ഭാഗീരഥിയും നദിയും തമ്മിൽ ഒന്നിച്ചിട്ട് ഗംഗാ നദിയായി മാറുന്നത്. നിങ്ങൾ ഈ താഴെ കാണുന്നതാണ് റൂട്ട് മാപ്പ്. ഋഷികേശിൽ നിന്ന് സോൻപ്രയാഗ് വരെ ഏതൊക്കെ സ്ഥലത്ത് കൂടിയാണ് വണ്ടി സഞ്ചരിക്കുന്നത് എന്നുള്ള റൂട്ട് മാപ്പാണ്. ഇതിൽ ശ്രീനഗർ എന്ന് പറഞ്ഞ സ്ഥലം കൊടുത്തിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ ശ്രീനഗർ അല്ല കേട്ടോ, ഇത് ഉത്തരാഖണ്ഡിലെ ശ്രീനഗറാണ്. ഈ ഒരു യാത്രയിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇരുമ്പിൻ്റെ പാലങ്ങൾ കുറേ സ്ഥലത്ത് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് രുദ്രപ്രയാഗ്. രുദ്രപ്രയാഗിൽ വെച്ചാണ് അളകനന്ദ നദിയും മന്ദാകിനി നദിയും തമ്മിൽ സംഗമിക്കുന്നത്. നീണ്ട 8 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം സോൻപ്രയാഗ് എത്തി വൈകിട്ട് ഒരു 3:30. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദ ട്രെക്കായ ഗൗരികുണ്ടിനേക്കാൾ സ്റ്റേസ് അവൈലബിൾ ആയിട്ടുള്ളത് സോൻപ്രയാഗിലാണ്. അങ്ങനെ ഇന്നത്തെ രാത്രി ഞങ്ങൾ സോൻപ്രയാഗിൽ നന്നായിട്ട് റെസ്റ്റ് എടുത്തു. അങ്ങനെ ഞങ്ങൾ അതിരാവിലെ തന്നെ ഗൗരികുണ്ടിലെത്തി. ഇത് ഗൗരികുണ്ടിലൊരു അമ്പലമാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോൻപ്രയാഗിൽ നിന്ന് ഗൗരികുണ്ട് വരെ 4.5 കിലോമീറ്ററാണ്. അത് നമ്മൾ ഷെയർ ടാക്സി വഴിയാണ് വന്നത്. അതിരാവിലെ ചെറിയ ചാറ്റൽ മഴയിൽ റെയിൻകോട്ട് ഇട്ട് നടക്കാൻ പ്രത്യേകതരം അനുഭൂതി തന്നെയായിരുന്നു. അതിൻ്റെ കൂടെ ചെറിയൊരു കപ്പ് ചായയും. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ കുതിരയും കഴുതിയും അല്ലാത്ത ഈ ഒരു മൃഗമാണ് ഖച്ചർ. ഇവിടെ പറയുന്ന പേരാണ് ഖച്ചർ. ഇത് കുതിരയുടെയും കഴുതയുടെയും ഒരു സങ്കര ഇനമാണ്. ഇവിടെ ചെറുതും വലുതുമായിട്ടുള്ള ഹോട്ടലിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനും വരാനും പിന്നെ നടക്കാൻ പറ്റാത്ത ആൾക്കാരെ കൊണ്ടുപോകാനൊക്കെ ആയിട്ടാണ് ഇവിടെ ഈ മൃഗത്തെ ഉപയോഗിക്കുന്നത്. ഗൗരികുണ്ട് മുതൽ കേദാർനാഥ് വരെ നമ്മൾക്ക് 10 ചെക്ക് പോയിൻ്റ് ഉണ്ട്. അതിൽ 2 എണ്ണം നമ്മളിപ്പോൾ കഴിഞ്ഞ് 3-മത്തേലോട്ടാണ് പോകുന്നത്. അതാണ് റാംബാഡ. 2013 കേദാർനാഥിൽ പ്രളയവും ലാൻഡ് സ്ലൈഡൊക്കെ ഒരുമിച്ച് വന്ന സമയത്ത് ഈ റാംബാഡ എന്ന് പറഞ്ഞ സ്ഥലം നല്ല രീതിയിൽ എഫക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. റാംബാഡ എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞാൽ ഒരു പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചധികം കുത്തനെയുള്ള കയറ്റങ്ങളാണ്. കേദാർനാഥ് യാത്രയിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു പേടിയും വേണ്ട. 24 മണിക്കൂറും ട്രെക്ക് ചെയ്യാം. എല്ലാ സ്ഥലത്തും സ്റ്റേ ഉണ്ട്, ടോയ്ലറ്റ്സ് അവൈലബിൾ ആണ്. പിന്നെ സാധനങ്ങൾ, ഭക്ഷണസാധനങ്ങൾക്ക് കുറച്ച് വില കൂടുതലാണെന്നുള്ള മാറ്റി നിർത്തിയാൽ എല്ലാം അവൈലബിൾ ആണ്. പിന്നെ കേദാർനാഥ് അമ്പലം വിസിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം. കാരണം ഇത്ര ആൾക്കാർക്കേ കയറാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ലിമിറ്റൊക്കെ ഉണ്ട്. പക്ഷേ പേടിക്കേണ്ട, നിങ്ങൾ വന്നു കഴിഞ്ഞാലും സോൻപ്രയാഗിൽ നിന്ന് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടും ട്രെക്ക് ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ച് ടെൻഷൻ വേണ്ട. ഈ മഴയും കോടയും ഉണ്ടായതുകൊണ്ട് തന്നെ നല്ലൊരു രസമായിരുന്നു ട്രെക്ക് ചെയ്യാൻ. പക്ഷേ ചുറ്റുമുള്ള വ്യൂ കാണണമെങ്കിൽ ക്ലിയർ സ്കൈ വേണം. അത് ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു. ഈ 16 കിലോമീറ്ററുള്ള ഈ കേദാർനാഥ് ട്രെക്കിൽ കിലോമീറ്റർ കുറയ്ക്കാനായിട്ട് കുറേ ഷോർട്ട് കട്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ശ്രദ്ധിച്ചിട്ട് വേണം ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സ്ഥലമാണ് ബേസ് ക്യാമ്പ്. ഇവിടെ കുറേ സ്റ്റേസ് അവൈലബിൾ ആണ്. ടെൻറ്റ് സ്റ്റേ, റൂം, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ഇവിടെ. അങ്ങനെ അമ്പലത്തിൻ്റെ മെയിൻ കവാടത്തിൻ്റെ അടുത്തെത്തി. ഇനി കുറച്ച് ഒരു 1-2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ അമ്പലം എത്തും. നിങ്ങൾക്ക് പഞ്ച് കേദാർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ?
പഞ്ച് കേദാർ എന്താണെന്നും കേദാർനാഥിൻ്റെ ഹിസ്റ്ററിയും ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഇവിടുത്തെ ഐതിഹ്യപ്രകാരം കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം പാണ്ഡവർ തങ്ങളുടെ ബന്ധുക്കളെ കൊന്നതിന് ശിവനോട് ക്ഷമ ചോദിക്കുന്നു. പക്ഷേ ശിവഭഗവാൻ അവരെ ഒഴിവാക്കി ഒരു കാളയുടെ രൂപം സ്വീകരിച്ച് ഹിമാലയത്തിൽ ഒളിച്ചു. പിന്നീട് കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ ശിവഭഗവാൻ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങി ശിവൻ്റെ ശരീരഭാഗങ്ങൾ 5 വ്യത്യസ്ത സ്ഥലങ്ങളിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അത് 5 കേദാരങ്ങളായി മാറി, അതായത് 5 കേദാര ക്ഷേത്രങ്ങളായി മാറി. അങ്ങനെ പഞ്ചകേദാര ക്ഷേത്രങ്ങളുടെ പേര് ഇവയൊക്കെയാണ്: കേദാർനാഥ്, മധ്യമഹേശ്വർ, തുംഗ്നാഥ്, രുദ്രനാഥ്, കൽപേശ്വർ. കേദാർനാഥ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കോണാകൃതിയിലുള്ള ശിവലിംഗത്തെയാണ്. ഇതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതേപോലെ തുംഗ്നാഥിലാവട്ടെ കയ്യിനെയാണ് ആരാധിക്കുന്നത്, ശിവൻ്റെ. രുദ്രനാഥിൽ മുഖത്തെയും, മധ്യമഹേശ്വരിൽ നാഭീഭാഗത്തെയും, കൽപേശ്വരിൽ മുടിയെയാണ് ആരാധിക്കുന്നത്. 2013-14 കാലഘട്ടത്തിലെ വലിയ ദുരന്ത സമയത്ത് കേദാർനാഥ് ക്ഷേത്രത്തെ സംരക്ഷിച്ചത് വലിയൊരു പാറയാണ്. അതിൻ്റെ പേരാണ് ഭീംശില. കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ ഏകദേശം 500 മീറ്റർ മുന്നേ ഒരു ചെറിയ കുന്നിൻ മുകളിൽ ഒരു ഭൈരവനാഥ് ക്ഷേത്രം കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട്. മഞ്ഞുകാലത്ത് കേദാർനാഥ് ക്ഷേത്രം അടച്ചിടുന്ന സമയത്ത് ഭൈരവനാഥ ക്ഷേത്രമാണ് ഇവിടെ സംരക്ഷിക്കുന്നതെന്നാണ് ഇവിടുത്തെ വിശ്വാസം. ഈ യാത്രയുടെ എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവരോടും നന്ദി, നമസ്കാരം.